വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് സ്ക്രിപ്റ്റ് റൈറ്റർ മധു ചെത്തിമട്ടത്തിൽ. ഞാൻ ഭാവനയിലാണ്. ഭാവന എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ജഗത്തിന് ടോപ്പ്. ശ്യാമിന്റെ സംഗീതത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം മനോഹരം. ആയിരം മേനി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ജിദ്ദ എന്ന് ടോപ്പ് സിംഗർ. ഇത് ആരെയും ഇമിറ്റേറ്റ് ചെയ്യാറില്ല. ആ കയ്യൊപ്പുണ്ടാവും. എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അത്രയ്ക്കങ്ങട് നന്നായോ? പിന്നെ സംശയം നന്നായി. ഒരു ആനച്ചന്തം പാട്ടുണ്ടായി. ചുരം എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് ആവണിക്കുട്ടി പാടുമ്പോ തന്നെ ഒരു ചിരിയുണ്ട് അതിന്റെ ഉള്ളിൽ. ആ ചിരി കാണുമ്പോൾ നമുക്കും ഒരു പുഞ്ചിരി. വാഴ്വേമായം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് എസ്തർ എന്ന് ടോപ്പ്. ഇന്നത്തെ പെർഫോമൻസ് ഇസ് വൺ ഓഫ് യുവർ ബെസ്റ്റ്, ടോപ്പ് നോച്ച്. ജി ദേവരാജൻ മാഷിന്റെ സംഗീതത്തിൽ പി മാധുരിയമ്മ ആലപിച്ച ഗാനമാണ് താരം മനോഹരമായി ആലപിക്കുന്നത്. You are back. Yes, you are back with a bang. ദീപസ്തംഭം മഹാചര്യം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ജനീലി എന്ന് ടോപ്പ്. യാതൊരു സംശയമില്ല, മെലഡിയെ എങ്ങനെ ചേർത്ത് പിടിച്ചു. ഞാൻ കണ്ണടച്ചിരുന്ന എനിക്ക് തോന്നുന്നു ജനീലെ കുട്ടി എനിക്ക് വേണ്ടി മാത്രം പാടിത്തരുവാണ്. മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം. ഞാൻ ഒരു ചെറിയൊരു വടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ ഒരു ചൂര്, അതെന്താ വെച്ചാ ഫുൾ കണ്ണടച്ചാണ് പാടിക്കൊണ്ടിരുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ജാനകിയമ്മ ആലപിച്ച ഗാനവുമായാണ് റൈഗക്കുട്ടി. ഈച്ച് നോട്ട് വന്ന് ഒരു പൂ മാതിരി പൂക്കളെ ഭയങ്കരമായിട്ട് ലാളിക്കുകയാണെങ്കിൽ ആ പൂക്കൾ ഇങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കും. നിറയെ ഇടങ്ങളിലെ അഴഹാ പാടിയെടുക്കാണ്. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദിയ എന്ന്. What a beautiful performance. You are an extraordinary talent. പിന്നെ എനിക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ കെ എസ് ചിത്ര എം ജി ശ്രീകുമാർ ചേർന്നാലപിച്ച ഗാനം. ചെറിയൊരു ചലഞ്ച് ഉണ്ട്. ആ വായില്ലേ, അത് ആ സംഗതി എത്ര നീട്ടി പാടാൻ പറ്റും? മീൻ എന്ന പഴയകാല ചിത്രത്തിലെ ഗാനവുമായാണ് പാർത്ഥിവ് എന്ന്. വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഉല്ലാസപുത്രികൾ. നന്നായി പാടാനുള്ള ഒരു ശ്രമം കുട്ടുമണിക്കുട്ടന്റെ ഭാഗത്തുണ്ടായിരുന്നു. ജി ദേവരാജൻ മാഷിന്റെ സംഗീതത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം. റോബോട്ടിക്സ് നന്നായിരുന്നു. കൈന്നിട്ടാണോ? കുട്ടുമണിയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ നല്ല ഹൈ പോകുന്ന ശബ്ദമാണ്. നന്നായി ഹൈ പോകാൻ പറ്റും കുട്ടു. പരീക്ഷ എന്ന പഴയകാല ചിത്രത്തിലെ ജാനകിയമ്മ ആലപിച്ച ഗാനവുമായാണ് അനുഷ്ക എന്ന് ടോപ്പ്. ലാസ്റ്റ് പല്ലവിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബ്യൂട്ടിഫുൾ വോയിസ്. മധു അങ്കിൾ, ഈ സിനിമയിലെ ഒരു നല്ല പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരോ?